നല്ലൊരു വിഷു ദിവസമായിട്ട് കുഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നാലോ? പണിക്കരുദ്ദേഹമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വരാത്തോണ്ട് ആർക്കും വിഷുക്കൈ നീട്ടം കൊടുത്തില്ല. രാധിയെ കുഞ്ഞാണെങ്കിൽ ജലവാനോട്ട് കഴിച്ചിട്ടുമില്ല. അമ്പിളി പോയപ്പോ ആ വീട് ഉറങ്ങിപ്പോയി കുറിപ്പിയേട്ട. അവളില്ലാതെ ആ വീട്ടിൽ കയറുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതെല്ലാം പ്രഭാരം പിള്ളേരെ ചെയ്ത്താണ് കേട്ടോ. അയാളാണ് കണക്കൂട്ടി വെച്ചിരുന്നു, ഒന്നും നടന്നില്ല. അതിന്റെ പകരം വീട്ടില. എന്തൊക്കെയായാലും രാധാകൃഷ്ണൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ ദുർവാശിക്കാരനാണെങ്കിലും ശുദ്ധ മനസ്കനാണ്. ഒരു ശോഷക്കതയില്ലോ കുഞ്ഞേ. നേരെ വീട്ടിലെവരേക്കുള്ള നെല്ല് കുറിപ്പേട്ട അവിടെ കൊണ്ട് കൊടുത്തേക്കും. അമ്മാവനത് അറിയണ്ട. കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കാം. എന്നിട്ട് ഉണ്ണാമ്പ കുറിപ്പേട്ട വയ്ക്കുള്ളൂ, ഞാൻ വന്നേക്കാം. എന്റെ കയ്യിൽ നിന്ന് വായിക്കണ്ട, മര്യാദയ്ക്ക് ഊണ് കഴിച്ചു. എനിക്ക് അമ്മ തന്നാ മതി. പിന്നെ എന്റെ അച്ഛനാണോ വരുന്നത്? ഉണ്ണടി, മര്യാദയ്ക്ക് ഉണ്ണടി. വേണ്ട. ഞാൻ അതിനെ ഊട്ടാ. ഊട്ടിക്കാട്ടെ. ഉണ്ണടി ചുമ്മാ ഇരിക്കെ. കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതാണോ കുട്ടി? ഇതാ അപ്പൂപ്പന്റെ തലശ്ശോ രൂപ. ചേച്ചി, നേരെ ഒരുപാടായി. ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ലേ കേട്ടെ. ഇങ്ങനെ വിഷമിച്ചാലോ ചേച്ചി? വാ, ചോറ് ആറി തണുക്കുന്നു, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നീ പോയി ഒന്ന് കഴിച്ചോളൂ. മോളെങ്ങനെ വന്നു? ആരും കാണാതെ ഓടി വന്നു. പൊന്നു മോളെ. മോളെ, നമുക്ക് വീട്ടിൽ പോകാമോ? അമ്മേ, എന്റെ പൊന്നു പോലെ മൂന്നാം വീട്ടിലേക്ക് പോയി കളിക്കുന്നു. എന്റെ പൊന്നു പോലെ. എന്റെ മോനെ ആര് കൊണ്ടുവന്നു? അവൾ ആരും കാണാതെ വീട്ടിൽ നിറങ്ങി നേരെ കടത്തിലേക്ക് വന്നു. എന്റെ ഈശ്വര, എന്റെ മോൾ ആറ്റുവരുമ്പോ കൂടെ ഒറ്റയ്ക്ക് വന്നു. ഞാൻ വരമ്പത്ത് നോക്കിയപ്പോ അവളങ്ങനെ ദൂരെ നടന്നു വരുന്നു. ഞാൻ ഓടിച്ചെന്ന് വാരിയെടുത്തു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, എനിക്ക് അമ്മയെ കാണണമെന്ന്. എന്റെ പൊന്നു മോളെ, മോള് വല്ലത് കഴിച്ചോ? ഇല്ല. അതെന്താ? അമ്മ ചോറ് തന്നാ മതി. എന്റെ മോളെ. രാത്രി നീ മോക്ക് ചോറ് കൊടുക്കും, ഞാൻ പാടത്ത് പോയിട്ട് വരാം. കുഞ്ഞിവിടെ വന്നിട്ടുണ്ടെന്ന് അവരെ ഒന്ന് അറിയിച്ചിക്കണേ. അവര് കിടന്ന് വെപ്രാണപ്പെടും. മോളെ, അച്ഛൻ വരട്ടെ. മോളിനി അമ്മയെ വിട്ടേച്ച് പോവോ? ഇല്ല. മോൾക്ക് അമ്മയ്ക്കും കൂടെ ചോറുണ്ട. അമ്മ മോൾക്ക് ചോറ് തരട്ടെ? നീ എന്റെ കുഞ്ഞിന് കൈമാറ്റം കൊടുക്കുന്നു. ശരി, നീ ആരും കാണാൻ അവിടെ വന്നല്ലേ? നിന്നെ ഞാൻ അമ്മയോ? വേഗം വീട്ടിൽ ചെല്ലട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. അമ്മേ അമ്മേ.
എന്റെ മോളാണ് എന്ത് പറ്റി എന്റെ മുഖം ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞത്. ആരെയും അറിയിക്കാതെ അവൾ പോയതും എന്റെ പോലും അറിയിക്കാതെ. നിന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാം വിധിയാണെന്നോർത്ത് സമാധാനിക്കും. എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്കിനി ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. എത്രയും ക്ഷണത്തിൽ എന്റെ മകളുടെ അടുത്തെത്തണമെന്ന്. പോലെ രാധികയുടെ കല്യാണ ദിവസം ഈ ഗോപികൾ പറഞ്ഞത് ഓർമ്മയുള്ളൂ. ആദ്യമായി ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ വെള്ളിക്കപ്പ് സമ്മാനം വാങ്ങിച്ചു. രണ്ടാമത് എന്റെ കയ്യിൽ നിന്നും കല്യാണ സമ്മാനം വാങ്ങിച്ചു. ഇനി കാണുമ്പോൾ എന്താണാവോ വാങ്ങാൻ പോകുന്നത്. അതാ എല്ലാം കളഞ്ഞു കുളിച്ച് കണ്ണീര് കൈയുമായി അപ്പുറത്തിരിക്കുന്നു. ആ ദുഃഖമാണ് എനിക്ക് കാണാൻ വയ്യാത്തത്. മോളെ വേണ്ട. എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞു. വിവരം അറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വന്നു, അത്രമാത്രം. എല്ലാം തീർത്തു. ഈ കുട്ടി അവളുടെ ജീവനായിരുന്നു. ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ മരിച്ചത്. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഇവൾക്ക് വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വൈരാഗ്യമൊന്നും കാണിക്കരുത്. നിങ്ങൾ അവിടെ പോയി വേണ്ടതൊക്കെ ചെയ്യണം. വേണ്ടതൊക്കെ ചെയ്തല്ലോ. ശവദാഹത്തിന് ഞാനും രാധേട്ടനും പോയിരുന്നു. അതുകൊണ്ട് മാത്രമായില്ല, പണിക്കർ അദ്ദേഹത്തിന് സർവസ്വവും രാധികയായിരുന്നു. അവൾ പോയതോടെ അയാൾ ആകെ തകർന്നു. ഗോപിക്കാണെങ്കിൽ ചിറകറ്റുപോയ ദുഃഖവും. എടോ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേസ് കൊടുക്കാതിരിക്കാൻ പണിക്കരെടുത്ത് ഒരു അടവല്ലേടോ? താങ്കളുടെ ദൂരല്ലേടോ? ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഭാര്യയും അമ്മായി അച്ഛനും മറുപടി പറയുന്നു. നിന്റെ നാളോടെ പോയി. നീ രാജേന്ദ്രൻ പണിക്കരുടെ മകനായി ജനിച്ചല്ലടാ നാണം കെട്ടവനെ. ആ ഇറങ്ങാൻ തന്നെയാ വന്നത്. കണ്ട പരിപാടി നിന്റെ അച്ഛൻ പറഞ്ഞ് അയച്ചതാ. കുറിപ്പേട്ടിനിപ്പോ എന്തോ വേണം? തേങ്ങ പഴുത്ത് കിടക്കുന്ന ഈ വക കാര്യങ്ങളൊന്നും കുറിപ്പേട്ടൻ എന്നോട് പറയും. ഈ വീടുമായി ഇനി എനിക്ക് എന്താ ബന്ധം? എനിക്ക് സ്വത്ത് വേണ്ട. വേണ്ടവർക്കെല്ലാം എഴുതി കൊടുക്കാൻ അമ്മാവനോട് പറഞ്ഞേക്കും. ചോറ് വിളമ്പി. ഓ, ഗോപിയെ കൂടെ വിളിക്ക്. അവൻ രാവിലെ ഒന്നും കഴിച്ചതല്ല. ഗോപിച്ചേട്ടൻ പോയി. പോയോ? എവിടെ? തേങ്ങ വെട്ടുകാരായി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കിനി ഈ വീടുമായിട്ട് എന്ത് ബന്ധം എന്നോടൊരു ചോദ്യം. വീടുമായി എന്ത് ബന്ധമെന്നോ? അങ്ങനെ അവൻ ചോദിച്ചോ? അതെ. സ്വത്ത് എനിക്ക് വേണ്ട, അത് വേണ്ടവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞോ? അവനും എന്നെ വിട്ടിട്ട് പോയോ? മോളെ, റൊട്ടി എടുത്ത് തിന്നു മോളെ.
നീ സകല ബന്ധവും അറുത്തു മുറിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? എന്റെ വീട് നിന്റെ വീടല്ലേ? നിന്റെ ഭാര്യ വീടുമായിട്ടുള്ള ബന്ധം അവൾ ഭരിക്കുന്നതോടെ തീരുമോ? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയോട് നിനക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈ കുട്ടി നിന്റെ ആരാണ്? ബന്ധം അറ്റുപോയി പോലും. നടക്ക്, വീട് കൂടിയിട്ട് വേഗം എന്റെ കൂടെ വാ. നിന്റെ വീട് അതാണ്. എന്റെ കണ്ണടയുന്നവരെ എനിക്ക് നിന്നെ കാണണം. അതിനുശേഷം നിന്റെ ഇഷ്ടം പോലെ ചെയ്. വാ.